നൗ ദ മാറ്റർ ഈസ് വെരി സീരിയസ്. ഇത്രയും ദിവസമായിട്ട് ഇത്ര വലിയ വിദഗ്ധരായ അമേരിക്കയിലെ ലോക്ക്ഹീഡ് മാർട്ടിൻ നിർമ്മിച്ച F-35B എടുത്തുകൊണ്ട് പോകാൻ ഇവർക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഇവർ സംശുദ്ധ മാണ്ടന്മാരാണെന്ന് അതിനർത്ഥം. എപ്പോഴും ഇങ്ങനെ പറയണമെന്നില്ല, ശരിയാക്കി തന്നാ മതി. അവരുണ്ടാക്കിയ ഒരു യന്ത്രമില്ലേ, അതിൻ്റെ അവർ പിന്നെ ഫ്യൂൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു അല്ല അതിൻ്റെ ഹൈഡ്രോളിക്സ് എന്തോ കുഴപ്പമുണ്ടെന്ന്. ഓഹോ, ഇതാണോ കാര്യം? അയ്യോ ഒന്നുമില്ല, ഇതിന്റെ ഗിയർ ബോക്സ് ഒന്ന് അഴിക്കണം. നമ്മളുടെ എഞ്ചിനീയർമാർ വിചാരിച്ചാൽ, നമ്മളുടെ ടെക്നീഷ്യന്മാർ വിചാരിച്ചാൽ സുഖസുന്ദരമായിട്ട് ചെയ്യാവുന്ന ഒരു സാധനമാണ് ഹൈഡ്രോളിക്സ്. ഹൈഡ്രോളിക്സ് ഒരുപക്ഷെ ലോകത്തെ ഏറ്റവും പഴയ ടെക്നോളജിയുമാണ്. അതിൽ വലിയ ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും ഇപ്പോഴും വന്നിട്ടുമില്ല. അത് നമ്മുടെ സാധാരണ വണ്ടിപ്പണി ചെയ്യുന്ന മെക്കാനിക്സ് ഉണ്ടല്ലോ, ഈ മോട്ടോർ മെക്കാനിക്സ്, അവരെ വിളിച്ച് കാണിച്ചു കഴിഞ്ഞാൽ അവർ ശരിയാക്കി തരും. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? പക്ഷേ ഇതിനൊന്നും ബ്രിട്ടനും തയ്യാറല്ല, അമേരിക്കയും തയ്യാറല്ല. അവരുടെ വിമാനത്തിൽ ആരും തുടരുത്, അതിനൊരു ഷെഡ് പോലും പണിയരുത്, അത് മഴയും വെയിലും കൊണ്ട് കിടക്കട്ടെ. അപ്പം നമ്മുടെ ആൾക്കാർ പറഞ്ഞു, എടാ മഴയും വെയിലും കൊണ്ട് ഇങ്ങനെയാണോ വിമാനം ഇടുന്നത്? ഓപ്പൺ എയറിലല്ലല്ലോ, ഹാങ്ങറിലല്ലേ വിമാനം കയറ്റിയിടുന്നത്. ഒരു കാര്യം ചെയ്യ്, എയർ ഇന്ത്യയുടെ ഹാങ്ങറുണ്ട്, അതിനകത്ത് കയറ്റിയിടുക. എയർ ഇന്ത്യയിലൊന്നും കയറ്റാൻ പറ്റില്ല. 2 ദിവസം കഴിഞ്ഞപ്പോൾ ചോദിച്ചു, അല്ല എയർ ഇന്ത്യയുടെ ഹാങ്ങർ ഉണ്ടോ ചേട്ടാ? ഉണ്ട്, നീയല്ലേ പറഞ്ഞാൽ അതിന് കയറ്റാൻ പറ്റില്ല എന്നൊക്കെ എന്തോ വലിയ പുലിവാലാണെന്ന്. അല്ല അത് കയറ്റാൻ സമ്മതമാണ്. അപ്പോൾ നമ്മുടെ ആൾക്കാർ മുടക്കി. എയർ ഇന്ത്യയും ഇന്ത്യൻ എയർഫോഴ്സും പറഞ്ഞു ഇപ്പോൾ ആ ഹാങ്ങറിനകത്ത് കയറ്റാൻ പറ്റില്ല. വേണമെങ്കിൽ ഞാനും കൂടെ വരാൻ കേട്ടാ? വേണ്ട. കയറ്റണമെങ്കിൽ ഞങ്ങൾ പറയുന്ന കണ്ടീഷൻസ് അനുസരിക്കണം, ഞങ്ങൾ ആ വിമാനത്തിൽ കൈവയ്ക്കും. ഞങ്ങളറിയാതെ ഏത് വിമാനം എന്താണ് എന്നൊന്നും അറിയാൻ മേലാതെ ഒരു യന്ത്രം ഉന്തിത്തള്ളി ഹാങ്ങറിനകത്ത് കയറ്റുന്നു. അത് അതിനകത്ത് കിടന്ന് പൊട്ടിത്തെറിച്ചാൽ എന്ത് ചെയ്യും? ആര് സമാധാനം പറയും? ബ്രിട്ടൻ പറയും അത് നിങ്ങളെന്തോ ബോംബ് വെച്ചാണെന്ന് പറയും. നമ്മൾ പറയും ഇതിനകത്ത് ഇരുന്ന ബോംബാണെന്ന് പറയും. വലിയ പ്രശ്നമാകും. ഇത് ഈ ഭാഗത്ത് കയറ്റാൻ പറ്റില്ല എന്ന്. ഈ വിമാനം ലാൻഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ പാരാമീറ്റേഴ്സ്, ആവുന്നത്ര സോഫ്റ്റ്വെയർ സെറ്റപ്പ് എല്ലാം നമ്മളുടെ റഡാറുകൾ ശേഖരിച്ച് DRDOയ്ക്ക് കൈമാറി. DRDO അത് അനലൈസ് ചെയ്തിട്ട് പറഞ്ഞു, ഈ വിമാനം ലക്ഷണം കണ്ടിട്ട് ഇതിൻ്റെ ഡാറ്റ വെച്ചിട്ട് ഇതിൻ്റെ ലാസ്റ്റ് ഡാറ്റ പ്രത്യക്ഷപ്പെടുന്നത് സൗത്ത് ചൈന സീ ആണ്. സൗത്ത് ചൈന സീയിൽ നിന്ന് പിന്നീട് ഇതിൻ്റെ സിഗ്നൽ നമ്മുടെ റഡാറിൽ വരുന്നത് അറബിക്കടലിൽ വെച്ചാണ്. അതും നമ്മുടെ റഡാർ ഐഡൻറ്റിഫിക്കേഷൻ സോണിന് പുറത്ത് വെച്ച്. നമ്മൾ സോണൊക്കെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും സോണിന് പുറത്തേക്കും ഒരു 3-3.5 നോട്ടിക്കൽ മൈൽ വരെ നമ്മളുടെ റഡാറുകൾ പ്രവർത്തിക്കും. ഇതൊന്നും F-52B അറിയില്ല. അവൻ വിചാരിക്കുന്നത് എന്നെ കവിഞ്ഞ് ഭൂലോകത്ത് ആരുമില്ല, ഇന്ത്യയോ ദരിദ്രവാസികളോ, അവരെ കാര്യമൊക്കെ ശരി. രഹസ്യങ്ങൾ ഏകദേശം നമ്മുടെ കയ്യിലായി. നിന്റെ മുമ്പിൽ ജോർജ് സാർ ഇങ്ങനെ നിൽക്കുന്നുണ്ടേലേ, നീ ജോർജ് സാറിനെ ഇനിയും കുറെ അറിയാറുണ്ട്. ഇത് എന്റെ കഥയാണ്. ഈ കഥയിലെ നായകൻ ഈ ജോർജ് സാറാടാ. ഇവര് ഓലപ്പുരയിട്ട് ഇത് മറയ്ക്കാൻ സമ്മതിക്കുകയില്ല, ടർപ്പോളായിട്ട് മറയ്ക്കാൻ സമ്മതിക്കുകയില്ല, ഓപ്പണായിട്ട് മഴയും വെയിലും കൊണ്ട് കിടക്കട്ടെ എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം ആകാശത്തു നിന്ന് അവരുടെ സാറ്റലൈറ്റ് ഇത് കണ്ടുകൊണ്ടേയിരിക്കും, നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. ശരി, നിരീക്ഷിച്ചു. ഈ സായിപ്പിന് ബുദ്ധി പലപ്പോഴും പതുക്കേ വരുള്ളൂ. നമുക്കൊരു സാമാന്യ ബുദ്ധി ആയതുകൊണ്ട് അതെപ്പോഴും നമ്മുടെ കൂടെയുണ്ട് ആവശ്യത്തിന്. സായിപ്പിന് അസ്ഥിയിലൂടെ പോയ ബുദ്ധിയാണ്, പക്ഷേ അത് പുറത്തു വരാൻ താമസിക്കും. അപ്പോൾ ഇപ്പോൾ അതും പാടില്ല. അങ്ങനെ ആയപ്പോഴാണ് വിമാനം കൊണ്ടുപോകാൻ തീരുമാനിച്ചത്. കൊണ്ടുപോകാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ 2 ചിറകുമൊക്കെ ഇളക്കിയെടുത്തിട്ട് C-17 ഭാരം കൊണ്ടുപോകുന്ന വിമാനം, അതിൽ 77.5 ടൺ വരെ ആ വിമാനത്തിൽ കയറ്റാം. ഈ F-35Bക്ക് 14 ടൺ വെയിറ്റേ ഉള്ളൂ. അപ്പോൾ സുഖമായിട്ട് കയറിക്കോളും. ചിറകഴിക്കണം, അതേ ഉള്ളൂ. ഈ ചിറകഴിക്കാനായിട്ട് നമ്മുടെ കൊല്ലം താമരനെ ആരെങ്കിലും വിളിച്ചുകൊണ്ട് വന്നാൽ പുള്ളി ഇത് അഴിച്ചു വെച്ച് തരും. തങ്കപ്പൻ ചേട്ടൻ കെട്ടിയും കൊടുക്കും, ഇത് ഉരുണ്ട് വീഴാതെ തമ്മിലടിക്കാതെ. പക്ഷേ ഇന്ത്യൻ എയർഫോഴ്സ് പറഞ്ഞു അതങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല. അങ്ങനെ അങ്ങ് പോയാലോ? C-17 തന്നെ കൊണ്ടുപോകാം, പക്ഷേ അത് ഇന്ത്യൻ C-17 ആയിരിക്കണം.
ഇനി ഇംഗ്ലണ്ടിൽ നിന്ന് വേറൊരു C-17 ഇവിടെ കൊണ്ടുവന്നിട്ട് അത് കേടായി എന്ന് പറഞ്ഞ് അതും കൂടെ ഇട്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല. ചേട്ടാ അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. നിങ്ങളുടെ കയ്യിലുള്ള യന്ത്രങ്ങളൊക്കെ ലൊട്ടിലൊടുക്കാണ്. ഈ സാധനമൊക്കെ പഴയതും പിഞ്ഞതും ഒക്കെയാണ്. ഇത് ഇവിടെ കൊണ്ടുവന്നിറക്കി അതും കൂടെ ഇവിടെ തള്ളിയിട്ട് പിന്നെ അതും കൂടെ ആക്രി വിലയ്ക്ക് വിൽക്കാനായിട്ട് നടക്കാൻ ഞങ്ങൾക്ക് സൗകര്യമില്ല. നായരേട്ടാ വെറുതെ അതും ഇതൊന്നും പറയണ്ടോ, ആളുകൾ കേട്ടാ നേരെ വിചാരിക്കുന്നില്ലടാ. ഞങ്ങളൊരു കാര്യം ചെയ്യാം, ഈ ദുരിതം അഴിച്ചിട്ട് ഞങ്ങളുടെ C-17 കയറ്റി ഇംഗ്ലണ്ടിലോ അമേരിക്കയിലോ എവിടെയാണെന്ന് വെച്ചാൽ ഇറക്കി കൊടുക്കാനുള്ള കാശ് തന്നാൽ മതി. അതല്ലാതെ നിങ്ങളുടെ ഇനി വിമാനം ഇവിടെ ഇറങ്ങണ്ട. അതെന്താ ചേട്ടാ അങ്ങനെയൊക്കെ പറഞ്ഞു? ഞങ്ങൾക്ക് സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് സംശയമുണ്ട് ഈ വിമാനം ഇവിടെ ഇറങ്ങേണ്ട കാര്യം എന്താണ്. ഒന്നാമത് ഈ വിമാനം ഫൈറ്റർ വിമാനമാണെന്നാണ് ഭൂലോകമെല്ലാം പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഫൈറ്ററിനല്ലാത്ത കുറേ അധികം സാധനങ്ങൾ ഇതിലുണ്ട്. സോണാർ ഡിറ്റക്ടറുണ്ട്, അതുണ്ട്, ഇതുണ്ട്. ചുരുക്കി പറഞ്ഞാൽ റെക്കണൈസൻസ് വിമാനം എന്ന് പറയില്ല, വിവരങ്ങൾ ശേഖരിക്കുന്ന വിമാനം. ആ വിമാനത്തിൻ്റെ സ്വഭാവമാണ് ഇതിന് കാണുന്നത്. പിന്നെ ഇച്ചിരി ഫൈറ്റും ചെയ്യും, 2-3 മിസൈൽ ഇരിപ്പുണ്ട്. അത് എത്രയാണെന്ന് നിങ്ങൾ പറയുന്നില്ല. ഇതൊക്കെ എന്താണെന്ന് കൃത്യമായിട്ട് അറിയാതെ എണ്ണി തിട്ടപ്പെടുത്താതെ ഇതിവിടെ നിർത്തുകൊണ്ട് പോകാൻ പറ്റില്ല. ഇനി നിങ്ങളുടെ C-17 ഇത് കയറ്റിക്കൊണ്ട് പോയി എന്ന് വെച്ചോ, അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾ പറയും ചേട്ടാ ഒരു സാധനം അവിടെ ഒരു പാർട്ട് ആ തങ്കപ്പൻ ചേട്ടൻ്റെ കൊടുത്തിരുന്നു, അത് പുള്ളി എവിടെ വെച്ചു എന്ന് അറിയാമില്ല, ഇവിടെ വന്നപ്പോൾ ഇത് കാണുന്നില്ല എന്ന്. ഇത് കാണുന്നില്ല എന്ന് പറയുമ്പോൾ തങ്കപ്പൻ ചേട്ടന് ഉത്തരവാദിയായില്ലേ? ഈ വക തലവേദനയൊന്നും പറ്റില്ല. ഈ കാര്യങ്ങളെല്ലാം എഴുതി തയ്യാറാക്കി ലിസ്റ്റ് ഇട്ടിട്ട് ഞങ്ങളുടെ തന്നെ വിമാനത്തിൽ കയറ്റി ഭദ്രമായിട്ട് നിങ്ങൾക്ക് ഇറക്കിത്തരാം. അതിനുള്ള ഉലുവ ഇങ്ങ് തരണം. 100% ഞാൻ യോജിക്കുന്നു. ലാൻഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ഡാറ്റ, ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന അതിൽ കൂടുതൽ ഡാറ്റ, അത് അവരെ വല്ലാതെ വിഷമിപ്പിക്കുന്നു. അതുകൊണ്ട് ടേക്ക് ഓഫ് വേണ്ട എന്ന് തീരുമാനിച്ചിട്ട് അവർ C-17 കയറ്റി കൊണ്ടുപോകാൻ നോക്കുന്നു. ഓ നിന്റെ ബുദ്ധി വിമാനമാണല്ലോ. വിമാനമല്ല, റോക്കറ്റ്. റോക്കറ്റ്. C-17 തന്നെ കയറ്റിത്തരാം, പക്ഷെ അത് ഞങ്ങളുടെ C-17 ആയിരിക്കും എന്ന് നമ്മുടെ എയർഫോഴ്സ് പറയുന്നു. ഇങ്ങനൊരു ഗുലുമാലിൽ കിടക്കുകയാണ് ഈ വിമാനം. ഇതിൽ എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, ഇപ്പോഴും മലയാളം ചാനലുകൾക്ക് ഈ വിഷയം മനസ്സിലായിട്ടില്ല എന്നാണ്. ഇവരുടെ മൂക്കിന് താഴെ ഈ വിമാനം കഴിഞ്ഞ 11 ദിവസമായിട്ട് കിടക്കുന്നു. ഒരു ചർച്ചയുമില്ല, ഗൗരവമായ ഒരു ഫീച്ചറില്ല, ഡെയിലി ഒരു അപ്ഡേറ്റ് ഇല്ല, ഒരു ചുക്കുമില്ല. അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ? ഇവൻ പൊട്ടനാണ് മുതലാളി. ചതിച്ചോ ദൈവമേ. ഇവൻ ആംഗ്യഭാഷ മനസ്സിലാവൂ. വില കുറഞ്ഞ ചർച്ചയും വെല്ലുവിളിയും ബഹളമൊക്കെ ആയിട്ട് കഴിഞ്ഞുകൂടുന്ന മാധ്യമങ്ങൾ. നമ്മളുടെ കാർന്നവർ നരേന്ദ്രമോദിയാണെങ്കിൽ ചാരുകസേരയിൽ കിടന്ന് സുഖമായിട്ട് ഇതൊക്കെ ആസ്വദിക്കുകയാണ്, യുവന്മാരുടെ ഈ ഗതികേടുകളെല്ലാം. ബാക്കി വിവരങ്ങൾ പിന്നാലെ. താങ്ക് യു. ഞാൻ പോകുന്നു. ബൈ.